ചക്കപ്പുഴുക്കും ചിക്കൻ ഫ്രൈയും ഒരു അസാധ്യ കോമ്പിനേഷനാണ്. ചക്ക മലയാളികളുടെ ഒരു വികാരം മാത്രമല്ല, ചക്ക എന്ന് പറയുന്നത് ഒരു സാധാരണക്കാരൻ്റെ കുടുംബ ബജറ്റിലെ ഒരു അവിഭാജ്യ ഘടകവും കൂടിയാണ്. ചക്കക്കാലമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പഴുത്തതായിട്ടും പച്ചയായിട്ടും ചക്ക ഉപയോഗിക്കാത്ത ഒരു സാധാരണ വീട് പോലും നമ്മുടെ കേരളത്തിൽ ഉണ്ടാവില്ല. വീട്ടിലാണെങ്കിൽ പ്ലാവ് കായ്ച്ചു തുടങ്ങിയാൽ ഇടിച്ചക്കയിൽ തുടങ്ങും. അത് പിന്നെ ചക്കരിശ്ശേരിയായി, ചക്കപ്പുഴുക്കായി, ചക്ക വറുത്തതായി, അങ്ങനെ പലതരത്തിൽ. അപ്പം നമുക്കിന്നൊരു ചക്കപ്പുഴുക്ക് ഉണ്ടാക്കാം. അപ്പം അതിനു വേണ്ടി ചക്കച്ചുള ചവണിയും പോളയും കുരുവും കളഞ്ഞ് വൃത്തിയാക്കിയിട്ട് നമുക്കൊരു പാത്രത്തിലിട്ട് ആവശ്യത്തിന് കല്ലുപ്പും ഒരു ഗ്ലാസ് വെള്ളവും ഒഴിച്ച് നമുക്ക് മൂടി വെച്ച് വേവിക്കാം. ഉപ്പിടുമ്പോൾ എപ്പോഴും കല്ലുപ്പ് ഇടുന്നതാണ് നല്ലത്. പൊടിയുപ്പ് അത്ര ഹെൽത്തി അല്ല. അപ്പോൾ ചക്ക ഒരു പകുതി വേവായി കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് അതിനകത്തേക്ക് ചിരകിയ തേങ്ങ ഒരു കപ്പ് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ മിയാസിൻ്റെ വെളിച്ചെണ്ണയും നമുക്ക് ചേർക്കാം. നല്ല പച്ച വെളിച്ചെണ്ണയാണ് ചേർക്കുന്നത്. കാരണം ചക്കപ്പുഴുക്ക് ആയി കഴിഞ്ഞ് കഴിയുമ്പോൾ തേങ്ങയുടെയും ആ പച്ച വെളിച്ചെണ്ണയുടെയും ചക്കയുടെയും ടേസ്റ്റ് എല്ലാം കൂടി ആകുമ്പോൾ നല്ല രസമായിരിക്കും. ഇനി നമുക്ക് ചിക്കൻ ഫ്രൈ ഉണ്ടാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചുവന്നുള്ളി, വെളുത്തുള്ളി, ഇഞ്ചി ഇതെല്ലാം കൂടി ഒരു മിക്സിയുടെ ജാറിൽ ഇട്ട് കൊടുത്ത് നന്നായി അരച്ചതിന് ശേഷം നമുക്ക് അതിനകത്തേക്ക് മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ചിക്കൻ മസാല, പിന്നെ പെരുംജീരകത്തിൻ്റെ പൊടി, ഇതെല്ലാം മിയാസിൻ്റെ തന്നെയാണ് കേട്ടോ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇതെല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം 2 ടീസ്പൂൺ തൈര് ചേർത്ത് കുറച്ച് കസൂരി മേത്തി കയ്യിലെടുത്ത് പൊടിച്ച് ഈ കൂട്ടിലേക്ക് ഇട്ട് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ കഷ്ണങ്ങൾ നമുക്ക് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം 1 മണിക്കൂറോളം നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അരമണിക്കൂറായാലും മതി കേട്ടോ. അതിനുശേഷം ഒരു ഫ്രൈയിങ് പാൻ എടുത്ത് അതിനകത്തേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് അതൊന്ന് ചൂടായി കഴിയുമ്പോൾ നമുക്ക് ചിക്കൻ പീസുകൾ ഓരോന്നായി ഇട്ട് കൊടുത്ത് തിരിച്ചും മറിച്ചുമിട്ട് നമുക്കൊന്ന് വറുത്തെടുക്കാം. ചക്കപ്പുഴുക്കിനും ചിക്കൻ വറുത്തെടുക്കുന്നതിനും വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നതാണ് നല്ലത്. സൺഫ്ലവർ ഓയിലോ അല്ലെങ്കിൽ പാം ഓയിലോ അല്ലെങ്കിൽ മറ്റ് ഭക്ഷ്യ എണ്ണകളോ യൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ തനത് ടേസ്റ്റ് നമുക്ക് കിട്ടില്ല. അപ്പോൾ ആവശ്യത്തിന് വറവായി കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ഈ ചിക്കൻ പീസുകൾ കോരിയെടുക്കാം. അങ്ങനെ നമ്മുടെ ചക്കപ്പുഴുക്കും ചിക്കൻ കറിയും റെഡി ആയിട്ടുണ്ട്. നല്ല ചൂട് ചക്കപ്പുഴുക്ക് പച്ചവാഴയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അതിനകത്തേക്ക് ഒരു പീസ് ചിക്കൻ ഫ്രൈ ചെയ്തതും വെച്ച് കഴിക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാൻ വയ്യാത്തതാണ്. കൂടെ ഒരു ഗ്ലാസ് കട്ടൻ ചായയും കൂടി ഉണ്ടായാൽ ആഹാ ഉഷാറായി.